CI സാർ പറഞ്ഞിട്ടില്ല, CI സാർക്ക് 40 ലക്ഷം റുപ്യ ഓൻ ഓഫർ ചെയ്ത് ഓന് 40 ലക്ഷം കിട്ടും. അപ്പൊ CI സാർ എന്താ പറഞ്ഞത്, ഇത് നിന്റെ വക്കീൽ ഓഫീസ് അല്ല, ഇവിടുന്ന് പോയിക്കോന്നല്ലേ പറഞ്ഞത്. ഞാനത് പറയുന്നതാണെന്നറിയാം. ഇത് അന്ന് മറ്റേ ഇടാന്ന് പറഞ്ഞാൽ അതിന്റെ ടീം വന്നു. അപ്പോന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ട് വരണ്ടേ. ഇപ്പൊ മറ്റേ സ്ത്രീ ഉൾപ്പെടുന്നതിന്റെ അകത്ത് നമുക്ക് ഞാനൊന്ന് പറഞ്ഞിട്ട് സാറിന് പറയുന്നുണ്ട്, ആ സ്ത്രീ അകത്ത് കിടന്നതിൽ വിഷമമുണ്ട്. ആരാണ് ആ സ്ത്രീ? ജസീല. ആ പെൺകുട്ടിയും തമ്മിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഉണ്ടായി എന്നുള്ളത് ഇനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കേരള പോലീസ് അല്ല, NIA അല്ല, ED അല്ല, ഏത് ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാലും അത് തെളിയിക്കാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. 52 ദിവസമാണ് ഒരുമ്മ താൻ ചെയ്ത തെറ്റെന്താണെന്ന് പോലും അറിയാതെ ജയിലിൽ കിടന്നത്. 7ഉം 12ഉം വയസ്സുള്ള 2 കുട്ടികൾ തൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് പുറത്തു നിന്ന് കാത്തു നിന്നത് 52 ദിവസമാണ്. താൻ ചെയ്ത തെറ്റെന്താണെന്നുള്ളത് ആ യുവതി അറിയില്ല എന്ന് ഞാൻ പറയുന്നത് കള്ളമല്ല, വ്യക്തമായ തെളിവുകൾ ഇവിടെ നിരത്തിത്തരാം. കടുത്ത മനുഷ്യാവകാശ ലംഘനം, കേരളം ഉറ്റുനോക്കേണ്ട കെട്ടിച്ചമച്ച പക്കാ വ്യാജ കള്ളപ്പരാതിയുടെ കൂമ്പാരമുള്ള ഒരു കേസ്. 3 പരാതികളും വ്യാജമാണ് എന്ന് തെളിയിച്ചു തരാം. അതിലൊരു പരാതി അയാളെ, ആ പരാതിക്കാരനെ മനഃപൂർവ്വം പറഞ്ഞു പറ്റിച്ചത് കൊണ്ട് അയാളെ നമ്മൾ കുറ്റപ്പെടുത്താനില്ല. പക്ഷെ ബാക്കി 2ഉം കൃത്യമായ കെട്ടിച്ചമച്ച കേസാണെന്നുള്ളത് തെളിയിച്ചു തരാം. കണ്ണൂർ വട്ടപ്പൊയിൽ സ്വദേശിനിയായിട്ടുള്ള ജസീല കിടന്ന 52 ദിവസത്തിന് കള്ളപ്പരാതി കൊടുത്ത അഭിഭാഷകനും അടങ്ങുന്ന സംഘം കണക്ക് പറയേണ്ടി വരും. ഇതിവിടെയല്ല, നിങ്ങൾ എവിടെ പോയിട്ടാണോ കള്ളപ്പരാതി ഉണ്ടാക്കിയത് അവിടെ നിന്ന് തന്നെ. പറഞ്ഞു വരുന്നത്, ജസീല എങ്ങനെയാണ് 52 ദിവസം അകത്ത് കിടന്നത്? എന്താണ് ജസീല ചെയ്ത കുറ്റം? ഇതിൽ നമ്മൾ പോകേണ്ടത് കണ്ണൂർ വാരം സ്വദേശിയായിട്ടുള്ള അമീനിലേക്കാണ്. ആരാണ് അമീൻ, എന്താണ് അമീൻ എന്നുള്ളതൊക്കെ അറിയണം. കുറച്ച് ലെങ്ത് ഉണ്ടാകും, പക്ഷേ കേൾക്കേണ്ടതും ജനങ്ങൾ ഷെയർ ചെയ്യേണ്ടതും ചിലപ്പോൾ നാളുകളിൽ നിങ്ങളടക്കം പ്രതിയാകപ്പെടാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു കള്ളക്കേസിന്റെ ചുരുളഴിക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇത് ഇവിടെ വെച്ച് നിൽക്കില്ല എന്നുള്ളത് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ജസീല 52 ദിവസം കിടക്കാൻ കാരണം അമീനാണ്. ആരാണ് അമീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസീലയുടെ സഹോദരനായിട്ടുള്ള ജംഷീറിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾ. അങ്ങനെ തന്നെ വേണം പറയാൻ. ആ അമീൻ ഏകദേശം 1,20,00,000 രൂപ ജംഷീർ, അതായത് ജസീലയുടെ സഹോദരന്റെ കമ്പനിയായിട്ടുള്ള, അമീൻ അടക്കം ജോലി ചെയ്തിരുന്ന കമ്പനിയായിട്ടുള്ള സെറാഫെക്സിന്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റു പലരിൽ നിന്നും, അതായത് ഒരു ബ്രോക്കറേജ് കമ്പനിയാണ് സെറാഫെക്സ്, എല്ലാ നിയമ കാര്യങ്ങളും കൃത്യമായി പാലിച്ചു മുന്നോട്ട് പോകുന്ന കമ്പനിയാണ് സെറാഫെക്സ്. ആ കമ്പനിയുടെ പേര് പറഞ്ഞുകൊണ്ട് അമീൻ ജംഷീർ അറിയാതെ 1,20,00,000 രൂപ ഇൻവെസ്റ്റ് സ്വീകരിക്കുന്നു. 1,20,00,000 രൂപ ഇൻവെസ്റ്റ് സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും തെളിവുകളൊക്കെ ഞാൻ ഇവിടെ ഹാജരാക്കാം. അതായത് സെറാഫെക്സിന്റെ പേര് കൊടുക്കുന്നു, പക്ഷേ അക്കൗണ്ട് നമ്പർ അമീന്റെയാണ്. സെറാഫെക്സ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ആ പൈസ പോയിട്ടില്ല, ബെനിഫിഷ്യറി നെയിം മാത്രമായിട്ട് സെറാഫെക്സിനെ മാറ്റുന്നു. അങ്ങനെ അമീൻ ഏകദേശം 1,20,00,000 രൂപ പലരിൽ നിന്നും വാങ്ങുന്നു. പിന്നീട് അമീന് ഈ 1,20,00,000 രൂപ തിരിച്ചു കൊടുക്കാനാകുന്നില്ല. അമീൻ സ്വന്തമായി ട്രേഡ് ചെയ്തും അതുപോലെ തന്നെ അയാളുടെ കൂടെയുള്ള മറ്റു പലരുമായിട്ട് എന്തൊക്കെയോ ചെയ്ത് ആ പണം നഷ്ടപ്പെടുന്നു. ഈ വിഷയത്തിൽ സെറാഫെക്സ് എന്ന് പറയുന്ന കമ്പനിക്ക് യാതൊരു റോളുമില്ല. പക്ഷേ സെറാഫെക്സിന്റെ CEO ആയിട്ടുള്ള ജംഷീർ ഇത് തിരിച്ചറിയുന്നു. ജംഷീർ അമീനെ ചോദ്യം ചെയ്യുമ്പോഴാണ് കഥയുടെ ഗൗരവം മനസ്സിലാകുന്നത്. അമീൻ പൈസ വാങ്ങിയിട്ടുള്ളത് തൻ്റെ കമ്പനിയുടെ പേര് വെച്ചിട്ടാണ് എന്ന് ആര് മനസ്സിലാക്കുന്നു? ജംഷീർ മനസ്സിലാക്കുന്നു. അതും വളരെ തന്ത്രപൂർവമാണ് ഈ കാര്യങ്ങളൊക്കെ വാരം സ്വദേശിയായിട്ടുള്ള അമീൻ കൈകാര്യം ചെയ്തത്. പിന്നീട് ജംഷീർ അമീനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും കൃത്യമായ ആ പൈസ തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അമീൻ ഒഴിവുകേടുകൾ പറഞ്ഞ് ചെറിയ രീതിയിലുള്ള ഒരു പരിഹാരം ആദ്യഘട്ടത്തിൽ കാണുന്നുണ്ട് എങ്കിൽ പോലും പിന്നീട് അമീൻ ജംഷീറിനോട് പറയുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു പരിഹാരം കാണും എന്നുള്ളതാണ്. ഇതിൽ വിശ്വസിച്ച ജംഷീർ വലിയൊരു ചതിക്കുഴിയിലേക്കാണ് പിന്നീട് വീഴുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഉറ്റുനോക്കേണ്ട ഒരു ഫാബ്രിക്കേറ്റഡ്
കെട്ടിച്ചമച്ച ഒരു FIR-നെയാണ് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി. എനിക്കറിയാം ഇത് പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തികൾ പല രീതിയിൽ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ പോലും അവരൊക്കെ പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ജംഷീറിന് ഈ പൈസ കൊടുക്കാൻ അമീന് സാധിക്കാതെ വന്നപ്പോൾ അമീന്റെ പെങ്ങളുടെ ഭർത്താവും അമീനും കൂടിയിട്ട് കൃത്യമായൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. കണ്ണൂരിലെ ഒരു വക്കീലിനെ ഉപയോഗിച്ച് നടത്തിയ കൃത്യമായിട്ടുള്ള ഒരു തിരക്കഥ. ആ തിരക്കഥയാണ് ഞാൻ ഇവിടെ പൊളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ തിരക്കഥ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളായിട്ടുള്ള അമീനും ജംഷീറും അമീന്റെ പരാതിയിൽ പറയുന്നത് ഒരു ഓൺലൈനിലൂടെ കണ്ട് അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് അമീൻ ജംഷീറിനെതിരെ ഒരു കെട്ടിച്ചമച്ച ഒരു പരാതി ഉണ്ടാക്കുന്നു. ആ പരാതിയും കൊണ്ട് കണ്ണൂർ പോലീസിന്റെ അടുത്തേക്ക് പോകുന്നു. കണ്ണൂർ ടൗൺ പോലീസ് ഇത് ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ കോടതിയിലേക്ക് പോകുന്നു. കോടതിയിൽ നിന്ന് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ണൂർ പോലീസ് FIR തയ്യാറാക്കുന്നു. ഈ FIR-ൽ അമീൻ പറയുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് അമീനും ജംഷീർ എന്ന് പറയുന്നത് ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ്. ആ FIR-ന്റെ ഒരു പകർപ്പ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ അമീൻ പറയുന്നത് 2019 ഒന്നാം പ്രതി സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത പരസ്യം, അതായത് ജംഷീർ അമീന്റെ സ്വന്തം സുഹൃത്ത് പബ്ലിഷ് ചെയ്ത പരസ്യം വഴി ഒന്നാം പ്രതിയെ ഫോണിൽ ബന്ധപ്പെട്ട് പരാതിക്കാരന് ഫോറിൻ ട്രേഡിങ്ങിൽ നിക്ഷേപിച്ചാൽ നല്ല ലാഭം തരാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതിയാണ്. അതായത് അമീൻ ഒരു ഓൺലൈനിലൂടെയാണ് ജംഷീറിനെ പരിചയപ്പെടുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അമീനും ജംഷീറും കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് പഠിച്ചവരാണ്. അതടക്കം തെളിയിക്കുന്ന എല്ലാ കാര്യങ്ങളും. ജസീല ഇതിൽ പ്രതിയല്ല എന്ന്, അല്ലെങ്കിൽ ജസീലയെ ഇതിൽ പെടുത്തിയതാണ് എന്ന് ഒരു പോലീസുകാരൻ തന്നെ പറയുന്ന തെളിവുകൾ. ഇതിലെ മറ്റൊരു പരാതിക്കാരനായ അഷ്റഫ് സ്വയം, അതായത് ഞാൻ 43 ലക്ഷം രൂപ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ആ 43 ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പരാതിയിൽ പറയുന്ന രണ്ടാമത്തെ പരാതിക്കാരനായ അഷ്റഫ് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കുന്ന കൃത്യമായ ഓഡിയോ റെക്കോർഡുകൾ. മൂന്നാമത്തെ പരാതിക്കാരനായിട്ടുള്ള അനന്തകൃഷ്ണൻ, യഥാർത്ഥത്തിൽ അനന്തകൃഷ്ണൻ തട്ടിപ്പിന് ഇരയായിട്ടില്ല എന്നും അനന്തകൃഷ്ണന്റെ വാലറ്റിൽ കൃത്യമായ തുകയുണ്ട് എന്ന് തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകൾ. ഈ 3 FIR ഞാനിവിടെ പൊളിച്ചു തരാം. അതിനു മുൻപ് ഈ കേസ് അന്വേഷിച്ച, അതായത് ഈ കേസ് അന്വേഷിച്ച ഒരു സംഘമുണ്ട് സിയുടെ നേതൃത്വത്തിലുള്ള പ്രാഥമിക ഘട്ടത്തിൽ. ആ അന്വേഷണ സംഘത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ, ആ ഉദ്യോഗസ്ഥനും ജംഷീറിന്റെ സുഹൃത്തും സംസാരിക്കുന്ന ഒരു നിർണായക ഒരു ഓഡിയോ ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. വ്യക്തിപരമായിട്ടുള്ള താല്പര്യമുണ്ടോ, അതല്ലെങ്കിൽ സാർ സത്യം തെളിയിക്കാൻ ഇപ്പോ അറിയില്ല, പിടിക്കില്ലെങ്കിൽ സാറിന്റെ ഒരു നിയമപാലകനായ ഒരു ഓഫീസർ ഒരിക്കലും പരാതിയുള്ള അക്യൂസിനെ വിളിച്ചിട്ട്, അപ്പോ ഒരിക്കലും സാർ അങ്ങനെയാണെങ്കിൽ അതിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള പ്രതിനെ വിളിച്ചിട്ട് അല്ല സാറേ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ ഒരിക്കലും അക്യൂസ്ഡ് ആയിട്ടുള്ള പ്രതിനെ വിളിച്ചെങ്ങാൻ NIA വരും, വെറുതെ പ്രശ്നമാക്കണ്ട, കേസ് ഇങ്ങനെ ഇട്ടോണ്ടേ നിൽക്കുമല്ലോ. ഞാനത് പറയുന്നതാണെന്നറിയാം. ഇത് അന്ന് മറ്റേ ഇടാന്ന് പറഞ്ഞാൽ അതിന്റെ ടീം വന്നു. അപ്പോന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ട് വരണ്ടേ. ഇപ്പൊ മറ്റേ സ്ത്രീ ഉൾക്കിടന്നതിന്റെ അകത്ത് നമുക്ക് വിഷമമുണ്ട്. സാറേ ഞാനൊന്ന് പറഞ്ഞിട്ടെ, പോലീസുകാരന് പറയുന്നുണ്ട് ആ സ്ത്രീ അകത്ത് കിടന്നതിൽ വിഷമമുണ്ട്. ആരാണ് ആ സ്ത്രീ? ജസീല. ഈ കേസുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്തൊരു സ്ത്രീയാണ്. ഈ ഓഫീസർ പറയാം, നിങ്ങൾ ആ റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ സ്ത്രീ അകത്ത് കിടന്നതിൽ വിഷമമുണ്ട്. ഒരു ഉദ്യോഗസ്ഥനാ പറയുന്നത്. പറഞ്ഞിട്ടെ, ആ പെൺകുട്ടി അഷ്റഫും ആ പെൺകുട്ടിയും തമ്മിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഉണ്ടായി എന്നുള്ളത് ഇനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കേരള പോലീസ് അല്ല, NIA അല്ല, ED അല്ല, ഏത് ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാലും അത് തെളിയിക്കാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് ഇതിലെ പരാതിക്കാരിൽ ഒരാളായിട്ടുള്ള അഷ്റഫ് ജസീലെ അടങ്ങുന്ന സംഘത്തിന് പൈസ കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലും അഷ്റഫിന് ഹാജരാക്കാൻ പറ്റില്ല. ജസീലായിട്ട് ഒരു പണമിടപാട് പോലും ഇല്ല. അത് ക്ലിയർ ആയിട്ട് ആ ഉദ്യോഗസ്ഥനോട് ഈ സുഹൃത്ത് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കേൾക്കുന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ നിങ്ങളോടൊന്ന് പറഞ്ഞ്, ഈ കോടതി എന്ന് പറഞ്ഞാൽ ഇത് പരിഗണിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു വക്കീൽ വന്നിട്ട് അല്ല, അത് പ്രശ്നമല്ല. ഇപ്പൊ ഒരു മുംതാസ് വക്കീലോ ഒരു മിഥുന് വക്കീലോ അതല്ലെങ്കിൽ ഇതുമായിട്ട് സംഭവപ്പെട്ടിട്ട് ഇനിയിപ്പോ അവരിനിപ്പം എന്താ അരുളിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ മാറ്ററിനൊരു സത്യമുണ്ട്.
ആ സത്യത്തിനെ കൊണ്ടുവരാൻ ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ഇനി ഈ മാറ്റർ ഇനി ഇതിൻ്റെ അകത്ത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഏത് കളി കളിച്ചിട്ടാണെങ്കിലും ഇനി മിഥുന് ഇനി സുപ്രീം കോടതിയിൽ ഇട്ടിട്ട് ഓർഡർ കൊണ്ടുവന്ന് കഴിഞ്ഞാലും അവരെ ഗെയിം നടക്കൂല. ഇനി ഇതിൻ്റെ അകത്ത് അവർ വിചാരിച്ചത് ചെക്കൻ്റെ കൈയിൽ നിന്ന് പൈസ പൊട്ടിക്കുക, അവന് കുറച്ച് ആൾക്കാർക്ക് കമ്മീഷൻ ഓഫർ. അന്ന് പിന്നെ CI സാർ പറഞ്ഞിട്ടില്ല, CI സാർക്ക് 40 ലക്ഷം റുപ്യ ഓൻ ഓഫർ ചെയ്ത് ഓന് 40 ലക്ഷം കിട്ടും. അപ്പോൾ CI സാർ എന്താ പറഞ്ഞത്, ഇത് നിന്റെ വക്കീൽ ഓഫീസല്ല, ഇവിടുന്ന് പോയിക്കോന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഓന് നാട് ഒന്ന് ചിന്തിക്കുക. അതായത് ഇതിലെ നിർണായക ശബ്ദ സന്ദേശമാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്തത്. ഈ കേസിന്റെ തുടക്കഘട്ടത്തിൽ, ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, തുടക്കഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ചിരുന്ന CIക്ക് 40 ലക്ഷം രൂപ ഈ കേസ് കൈകാര്യം ചെയ്ത വക്കീൽ അമീന്റെ അഡ്വക്കേറ്റ് അയാൾ ഓഫർ ചെയ്തു എന്നും അത് തന്റെ മുന്നിൽ വെച്ചായിരുന്നു എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥൻ സമ്മതിക്കുന്നത്. ഇതിനേക്കാൾ വലിയ എവിഡൻസ് വേണോ? ഈ ഉദ്യോഗസ്ഥൻ വിളിച്ച വ്യക്തിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്താൽ തന്നെ ഇതിലെ ചുരുളഴിയും. അതിനിർണായകമായിട്ടുള്ള ഒരു തെളിവാണ്. 40 ലക്ഷം രൂപ ഒരു പോലീസ് ഓഫീസറിന് ഒരു വക്കീൽ ഓഫർ ചെയ്യുന്നു, എന്നാൽ ആ പോലീസ് ഓഫീസർ തൻ്റെ ഇടത്തോട് കൂടിയിട്ട് അത് നിരസിക്കുന്നു, എൻ്റെ അടുത്ത് ഇത് പറ്റില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസിൽ നിന്ന് ഇത് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ കേസ് പോകുന്നത്. ഇത് നിർണായകമായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഇനി അടുത്ത ഒരു ഓഡിയോ ക്ലിപ്പ് 33 സെക്കൻഡ്. ഇതൊന്നും ചെറിയ ഓഡിയോ ക്ലിപ്പല്ല, ദൈർഘ്യമേറിയ ഓഡിയോ ക്ലിപ്പാണ്. അത്യാവശ്യമുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത്. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ വരും. ഇവരെ പെടാൻ പോകുന്നുള്ളൂ. ഈ FIRന്റെ പരാതിയിൽ തന്നെ ഫേക്കാണ്. ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച ചെക്കന് എങ്ങനെ പിന്നെ ഓന്റെ കമ്പനിയിൽ വർക്ക് ചെയ്ത് 4 കൊല്ലത്തോളം വർക്ക് ചെയ്ത് കമ്പനിയിൽ സാലറി വാങ്ങി ഒരുത്തൻ എങ്ങനെ ഓൺലൈനിൽ പരിചയപ്പെട്ടതായിട്ട് വരിക? ആര്? പിന്നെ ജംഷി അമീന്റെ പരാതിയിൽ അതേപോലെ തന്നെ ഒരുമിച്ച് പഠിച്ചതാണ് CHM സ്കൂളിൽ. അപ്പോ അങ്ങനത്തെ ഒരു മാറ്റർ. അതേപോലെ ജസീൽ അവിടുത്തെ ടീച്ചറാണ്. ഒരു ടീച്ചർ എന്ന ഒരു പെൺകുട്ടിനെ അവന് അഷ്റഫ് എന്ന് പറഞ്ഞ ചെങ്ങായിന്റെ വോയിസ് ക്ലിപ്പ് എന്റെ ഫോണിന്റെ അകത്തുണ്ട്. അതന്നെ മെന്റർ എന്ന് പറഞ്ഞ ടീച്ചർ, മെന്റർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആള്. അതായത് നിങ്ങളൊന്ന് ചിന്തിക്കുക. അതായത് ഈ പരാതിക്കാരൻ പരാതിയിൽ പറയുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, ഒരു ഓൺലൈനിൽ കണ്ടിട്ടാണ് ജംഷീറിനെ ബന്ധപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷെ ജംഷീറും ഇവരൊക്കെ ഒരു സ്കൂളിൽ പഠിച്ചതാണ്. ഇതിനേക്കാൾ അപ്പുറത്ത് എന്ത് തെളിവ വേണ്ടേ? കൃത്യമായ കളിയാണ് അമീനും ടീമും ഈ കേസിൽ നടത്തിയിട്ടുള്ളത്. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇനി അടുത്തത്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലെ പരാതിക്കാരിൽ മറ്റൊരാളായിട്ടുള്ള അഷ്റഫ്. ഈ അഷ്റഫ് എന്താ പരാതിയിൽ പറയുന്നത്? അഷ്റഫ് വളരെ ക്ലിയർ കട്ടായിട്ട് പരാതിയിൽ പറയുന്നുണ്ട്, എൻ്റെ 43 ലക്ഷം രൂപ ഞാനൊരു ഓൺലൈനിലൂടെ ആഡ് കണ്ട് സെറാഫെക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിക്ഷേപിച്ച് എൻ്റെ പൈസ പോയി എന്നുള്ളതാണ് അഷ്റഫ് പറയുന്നത്. പക്ഷേ അഷ്റഫ് സെറാഫെക്സിന് കൊടുത്തിട്ടല്ല അഷ്റഫിന്റെ പൈസ പോയത് എന്നുള്ളത് അഷ്റഫ് തന്നെ പറയുന്ന ഓഡിയോ ക്ലിപ്പ്. അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്തുതരാം. അസ്സലാമു അലൈക്കും. ജംഷി, ഞാൻ അഷ്റഫാണ്. മുമ്പ് നമ്മൾ ഒമാനിൽ വെച്ച് പരിചയപ്പെട്ടു. ഇപ്പോൾ ഈ മൂസിൻ പറഞ്ഞായിരുന്നല്ലേ ഒരു കേസിൽ. അപ്പോൾ ഈ ഗോൾഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഫണ്ട് നേരത്തെ 50,000 കിടന്നിരുന്നതാണ്, അതിൽ നിന്ന് വലിച്ചിരുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി വേറൊരു 50,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഹോൾഡ് ചെയ്തേക്കുന്ന അങ്ങനെ എന്തോ പറയുന്നത്. പിന്നെ ഇതിനകത്ത് നിന്ന് അങ്ങനെ ഞങ്ങൾ ഫണ്ട് റെഡി ആകുമ്പോൾ അതങ്ങ് വിഡ്രോ ചെയ്തോളി. ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു, സപ്പോർട്ടിങ് മാത്രം ഇട്ട് തന്നാൽ മതി. കാരണം ഞാൻ ഒരുപാട് ഫണ്ട് പല ആൾക്കാരും ഇൻവെസ്റ്റേഴ്സിന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലും ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ടെൻഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഒന്ന് ജസ്റ്റ് ഒന്ന്. അതായത് അഷ്റഫ് സ്വന്തമായി മാനുവലായി, അതായത് ഈ സെറാഫെക്സുമായിട്ട് അഷ്റഫിന് ബന്ധം ഉണ്ടായിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. അഷ്റഫ് ഒരു $50,000 ഈ സെറാഫെക്സ് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അതിൽ നിന്ന് എന്താ പറയുന്നത് $30,000 വിഡ്രോ ചെയ്യുന്നു. ബാക്കി $20,000 സെൽഫ് മാനുവലായിട്ട് ട്രേഡ് ചെയ്തതാണ് അഷ്റഫ്. അപ്പോൾ ഈ അഷ്റഫിന്റെ വോയിസ്, ഈ പരാതിക്കാരൻ അഷ്റഫ് പറയുന്നത് എൻ്റെ പൈസ അവരെടുത്തു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇതൊക്കെ എന്തുകൊണ്ട് നടന്നു എന്നുള്ളതും പറയാം. അതെ, ട്രേഡിങ്സ് നമ്മളിട്ട പൊസിഷൻസ് ഞാൻ ചെയ്യുന്നത് തന്നെ. കാരണം നേരത്തെ അതിനകത്ത് MT4-നകത്ത് അതിനകത്ത് ബോട്ടൊക്കെ ഇട്ടിട്ട് അതിനകത്ത് മൊത്തം GBP USD ഒക്കെ ഇട്ടിട്ട് മൊത്തം ഫ്ലോട്ടിങ് ആയി. അവസാനം ഇട്ട എമൗണ്ട് പോലും കാണാനായിട്ട് ഇല്ല. അത് പിന്നെ അവർ പറഞ്ഞു മറ്റേ റിക്കവർ ചെയ്തിട്ട് റിട്ടേൺ തരുമെന്ന് പറഞ്ഞു. അത് തന്നിട്ടും ഇല്ല. അത് ഞാനതിൻ്റെ ഒരു ഫോട്ടോ വെച്ചുതരാം. റിക്കവറി ആയിരുന്നു സോഷ്യൽ ട്രേഡിങ് വഴിയിട്ടുള്ളത്. ഞാൻ പിന്നെ അത് അല്ല, ഇപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഫണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ തിരിച്ച് വലിച്ചോളൂ. അതിൻ്റെ ഒരു വന്നിട്ട് അത് ക്ലിയർ ആകുമ്പോൾ വലിച്ചോളൂ. അല്ല ഞാൻ എന്താ പറയുന്നത്.
അഷ്റഫ് കേൺ അപേക്ഷിക്കുകയാണ് ജംഷീറിനോട്, എന്നൊന്ന് സഹായിക്കുമോ എന്നാണ് ചോദിച്ചത്. സ്വന്തമായി ട്രേഡ് ചെയ്ത് നഷ്ടപ്പെട്ട ഒരു പൈസക്ക് മറ്റൊരു കമ്പനിയെ പ്രതിയാക്കി ആ കമ്പനിയിലെ നിരപരാധിയായ അഷ്റഫ് ഇതൊക്കെ എവിടെ കൊണ്ടുപോയി അവസാനിക്കും? ഈ പാപം എവിടെ കൊണ്ടുപോയി ഒഴുക്കും അഷ്റഫെ? ജസീല എന്ന് പറയുന്ന നിരപരാധിയായ ഒരു യുവതി 52 ദിവസമാണ് കാരണമില്ലാതെ നിങ്ങളുടെ അടക്കം പരാതിയിൽ കിടന്നത്. ഒരിക്കലും വിചാരിച്ചു പോകരുത് ഇത് ഇങ്ങനെ തന്നെ അവസാനിക്കുമെന്ന്. നിയമപരമായി ഇത് ചെയ്ത എല്ലാവരും ശിക്ഷിക്കപ്പെടും. വരും ദിവസങ്ങളിൽ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കാണുക തന്നെ ചെയ്യും. മാർക്ക് മൈ വേർഡ്സ്, കാണുക തന്നെ ചെയ്യും. ഇനി ഈ വോയിസ് ക്ലിപ്പിനെ കുറിച്ച്, ഈ പരാതിയിലൊക്കെ ഈ 3 FIR-ൽ പ്രതിയായിട്ടുള്ള ജംഷീർ, പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന ജംഷീർ തന്നെ ക്ലിയർ കട്ടായിട്ട് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതൊന്നും കേട്ട് നോക്കൂ. ഈ കംപ്ലൈന്റ് കൊടുത്ത, അത് സിസ്റ്റർ പേരിൽ ഫസ്റ്റ് കംപ്ലൈന്റ് കൊടുത്ത അഷ്റഫ് എന്ന് പറഞ്ഞ ആള് എനിക്ക് അയച്ച മെസ്സേജുകളും സ്ക്രീൻഷോട്ടുകളാണ് ഇത്. അഥവാ ആള് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്തിട്ട് നഷ്ടം വരുമ്പോൾ എന്നോട് സഹായിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ആള് പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞാൽ പൈസ തിരിച്ചു തരാനും, അയാൾക്ക് പൈസ ഇട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അയച്ച വോയിസുകളും പിന്നെ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടാണ് അഷ്റഫ് എന്ന് പറഞ്ഞ ആള്. ഇതിലെവിടെയും അയാൾ വോയിസിൽ പറയുന്നുണ്ട് മൂസിൻ എന്നുള്ള രീതിയിൽ. ആ മൂസിനാണ് ഈ ക്ലയന്റ്. മൂസിൻ എന്ന് പറയുന്നത് അമീൻ്റെ പാർട്ട്ണറാണ്. അയാളാണ് ഈ ക്ലയന്റിനെ റെഫർ ചെയ്യുന്നത് നമ്മുടെ കമ്പനിയിലേക്ക്. അതിലെവിടെയും ജസീല എന്നുള്ളൊരു പേര് കൊടുക്കുന്നില്ല. പിന്നെ ഇയാൾ ദുബായിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കംപ്ലൈന്റിൽ ഞങ്ങളെ കമ്പനിയുടെ ലീഗൽ ടീം അതിന് റിപ്ലൈ കൊടുത്തു. ആ കംപ്ലൈന്റിലും എവിടെയും എൻ്റെ സിസ്റ്ററിന്റെ പേര് പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ലീഗൽ ടീം റിപ്ലൈ കൊടുത്തതിന് ശേഷം ആണ് അയാള് ഈ അമീനും ഇതും ഇയാളുമായിട്ട് ടൈപ്പ് ആയിട്ട് കൊല്ലത്തുള്ള ഇയാള് കണ്ണൂർ വന്നിട്ട് അമീന്റെ കേസ് കൊടുത്ത അതേ വക്കീലിനെ. ഈ 3 കേസ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത് ഒരു വക്കീലാണ്. അതായത് ഇതിന്റെയൊക്കെ ചുക്കാൻ പിടിച്ചത് അമീനാണ്. അമീന് കൂട്ടുപിടിച്ചത് ഈ വക്കീലാണ്. അപ്പൊ ഈ വക്കീല് ആക്ച്വലി വളരെ കൃത്യമായൊരു തിരക്കഥ തയ്യാറാക്കി. ഇനി ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ്, ഈ രണ്ടാം പരാതിക്കാരനായിട്ടുള്ള അഷ്റഫ് ആദ്യഘട്ടത്തിൽ ഒരു ലീഗൽ നോട്ടീസ് ഈ പറയുന്ന ജംഷീറിന്റെ നേതൃത്വത്തിലുള്ള ജംഷീർ CEO ആയിട്ടുള്ള സറാഫക്സ് കമ്പനിക്ക് അയക്കുന്നുണ്ട്. ആ അയച്ചതിന്റെ ലീഗൽ നോട്ടീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിയർ ആയിട്ട് ഒരുപാട് പേരെ അഷ്റഫ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അവിടെ എവിടെയും ഈ 52 ദിവസം അകത്ത് കിടന്ന ജസീലയുടെ പേരില്ല. നോക്കൂ, ആദ്യഘട്ടത്തിൽ അയച്ച വക്കീൽ നോട്ടീസ്, ആ നോട്ടീസിനകത്ത് എവിടെയും അഷ്റഫെ ജസീലയുടെ പേരില്ല. വരും ദിവസങ്ങളിൽ ഇത് തെളിയുക തന്നെ ചെയ്യും. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതിന് റീപ്ലേ ആയി സെറാഫെക്സ് എന്ന് പറയുന്ന കമ്പനി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു റീപ്ലേ കൊടുക്കുന്നുണ്ട്. ആ റീപ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ അഷ്റഫുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇടപാടുകളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം ക്രിസ്റ്റൽ ക്ലിയർ ആയി അഷ്റഫിന് തിരിച്ചയക്കുന്നുമുണ്ട്. ഇത്രയും കൃത്യതയോടുകൂടി പ്രവർത്തിച്ച സെറാഫെക്സ് എന്ന് പറയുന്ന വളരെയധികം ഗുണനിലവാരമുള്ള ഒരു കമ്പനിയെയാണ് ആര് താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചത്? അമീൻ അടങ്ങുന്ന ഒരു സംഘം താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചത്. ഇനിയും ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. എന്തുകൊണ്ട് ജസീല 52 ദിവസം കിടന്നു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകും. അതെങ്ങനെ ജസീലയെ കുടുക്കി? ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്. കാരണം ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കം ജസീല ഇതിലില്ല എന്ന് പറയും. സെറാഫെക്സ് എന്ന കമ്പനിയുമായിട്ട് ജസീലയ്ക്ക് ഇങ്ങനെ ഒരു സാമ്പത്തിക ബന്ധമില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ ഞാൻ പുറത്തുവിട്ടു. പക്ഷേ എന്തുകൊണ്ട് ജസീല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കേസിൽ ഇതിൽ ജസീല അകപ്പെടാനുള്ള കാരണം അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന 3ാമത്തെ പരാതിക്കാരൻ. ആ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന 3ാമത്തെ പരാതിക്കാരൻ പറഞ്ഞ ചില ഇതിൽ കുറച്ചെങ്കിലും ജെന്യൂനിറ്റി ഉള്ളത് അയാൾക്കാണ്. കാരണം അതൊരു പ്രായമായ മനുഷ്യനാണ്, ഏകദേശം 70-60 മുകളിൽ വയസ്സുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഈ ജസീലയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനിയിൽ അവർ നിക്ഷേപിക്കുന്നുണ്ട്. ആ നിക്ഷേപത്തിൽ നിന്ന് അവർക്ക് 4 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അവർക്ക് 1 രൂപയും നഷ്ടപ്പെട്ടിട്ടില്ല. അത് തെളിയിക്കുന്ന കൃത്യമായിട്ടുള്ള രേഖ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അവരുടെ വാലറ്റിൽ ഇപ്പോഴും ആ പൈസയുണ്ട്. പക്ഷെ ഈ മനുഷ്യനെ ഈ അമീനും ടീമും തെറ്റിദ്ധരിപ്പിക്കുന്നു. നിങ്ങളുടെ പൈസ പോയി എന്ന് പറയുന്നു. ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അനന്തകൃഷ്ണൻ പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജസീല പെടുന്നു. അഷ്റഫിന്റെ പരാതിയിലും ജസീലയെ കൊടുക്കുന്നു. അതായത് ജംഷീറിന്റെ പെങ്ങൾ എന്നുള്ള പേരിൽ മാത്രം അതിൽ അഷ്റഫിന്റെ പരാതിയിലും
ജസീലെ ആഡ് ചെയ്തു. ഇതിൽ ആ പോലീസുകാരൻ പറയുന്ന ശബ്ദ സന്ദേശങ്ങളുണ്ട്. ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത കേസിൽ ജസീലക്ക് ജാമ്യം കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ആ പോലീസുകാരനടക്കം അറിയാം ജസീല നിരപരാധിയാണെന്ന്. അഷ്റഫിന്റെ കേസിൽ ജാമ്യം കിട്ടിയപ്പോൾ ജസീല പുറത്തിറങ്ങാൻ പാടില്ല, ജസീല അകത്തുണ്ടെങ്കിലേ ബ്ലാക്ക് മെയിലിന് പ്രസക്തിയുള്ളൂ. ആ ബ്ലാക്ക് മെയിലിനെ കടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വന്ന ടീം ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ബഡ്സ് ആക്ട് ചേർക്കുന്നു. ജസീലയ്ക്ക് ജാമ്യം കിട്ടാതെ പോകുന്നു. കാരണം ബഡ്സ് ആക്ട് വന്നു കഴിഞ്ഞാൽ സെഷൻ കോടതിയുടെ ലിമിറ്റിൽ നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു കളി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇതിലെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടാം. എന്തായാലും ഒടുവിൽ ജസീലയ്ക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ജസീലയ്ക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കൃത്യമായി കോടതി മുഖാന്തരം പോയിട്ട് ജസീലയുടെ ഭാഗം വ്യക്തമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുവിടും. വരും ദിവസങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അണിയറയിൽ ഈ കൊടും ക്രൂരതക്ക് ഒരു ഉമ്മയെ 52 ദിവസം അകത്ത് കിടത്താൻ വേണ്ടിയിട്ട് കടിഞ്ഞാൻ പിടിച്ച ആ കൊടും ക്രൂരതയുടെ കച്ചവടക്കാർ നിയമപരമായിട്ട് നിങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു പണി വരാൻ പോകുന്നുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കണ്ടോളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.